അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൂർ ഒരു ഹോം ടൂറാണ്. എങ്ങോട്ട് നോക്കണം? ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയിൽ തന്നെയാണ്, നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ഓക്കെ. ഇറങ്ങാൻ പോകുന്ന റോഡെന്ന് പറയുമ്പോൾ പ്രാവച്ചമ്പലം ഊരിട്ടമ്പലം റോഡ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രാവച്ചമ്പലത്തെത്താം. പോയി ചെന്നിറങ്ങുന്നത് നമ്മളെ പ്രാവച്ചമ്പലം. നമ്മള് പ്രാവച്ചമ്പലത്ത് നേരെ ഹൈവേയിലോട്ട് കയറാൻ പോയാണ്, എൻഎച്ചിലോട്ട്. പണിയൊക്കെ നടക്കുന്നുണ്ട്, റെയിൽവേ ഇരട്ടിപ്പിക്കൽ പണിയാണിത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത അതിന്റെ ഇപ്പുറ സൈഡ് റോഡാണ്. ഒരു 2-3 പ്രാവശ്യം കോൺക്രീറ്റ് ചെയ്തതാണ് ഈ റോഡ്. സ്റ്റിൽ 2 ദിവസം കഴിയുമ്പോൾ പഴയ അവസ്ഥയിലോട്ടാണ് ഇത്. ഇപ്പൊ തീർത്ത് ഇത് എങ്ങനെ പണിഞ്ഞ് തീർക്കുമെന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഇവിടെ എത്ര കോൺക്രീറ്റ് ചെയ്തും കാര്യമില്ല. കാരണം വലിയ വലിയ വണ്ടികളാണ് പോണം. വലിയ വലിയ വണ്ടികൾ പോകുമ്പോ എന്തായാലും ഇത് കോൺക്രീറ്റ് ഒന്നും ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കളവും. ഇവർ റോഡ് ക്ലോസ് ചെയ്ത് കോൺക്രീറ്റ് ഇടുന്നത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയാവും. അപ്പൊ എന്തായാലും ഇത് ശരിയാവണമെങ്കിൽ ഈ പാലം റെഡിയായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പൊ അതുവരെ കഷ്ടപ്പെട്ട് തന്നെ പോകേണ്ടി വരും. ഇനി നമ്മൾ നേരെ നമ്മളെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു പ്രത്യേകത ഉണ്ട്. എൻഎച്ചാണ് താണ്ട ഈ സൈഡിൽ കൂടെ പറന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ എത്തിയായിരുന്നു. ഇനി ഇവിടെ വന്നിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മളെ കൂട്ടം ചിക്കൻ കറിയാണ് ഇന്നത്തെ ഫുഡ്. അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മൾ ഉച്ചത്തിലാണ്. ഉച്ചത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബീഫാണ്. കുറച്ച് നമ്മൾ കുക്കറിൽ ബീഫ് ഇട്ടിട്ട് ബീഫ്, വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് ചതച്ചത്, കരിവേപ്പില, ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല ഇതിലായിട്ട് മിക്സ് ചെയ്ത് ഇത് 3 രീതിയിൽ വെള്ളം ഒഴിച്ച് ഇപ്പോൾ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ബീഫ് വേവിക്കാൻ വേണ്ടി നോക്കണം. ഇതെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബീഫ് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇത് വെച്ച് ഇത് നമ്മളെ ഈ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതെല്ലാം പിടിക്കുമ്പോൾ ഇതിലെല്ലാം പിടിച്ചിരിക്കും. അടയ്ക്കുക, കത്തിക്കുക, ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഉള്ളി കുഞ്ഞുങ്ങനെ അരിഞ്ഞ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിന്റെ മെയിൻ ഐറ്റം. ടേസ്റ്റ് ഇല്ലേ? ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. മറ്റേതിനെക്കാളും അളവ് കൂടുതൽ ചെറിയ ഉള്ളിയോ? കറണ്ട് എല്ലാം ചെറുലാക്കിന്റെ കറണ്ട് എല്ലാത്തിലും അധികം അത് നല്ല കറക്റ്റ് അളവ്. ചെറുലാക്കിന്റെ കറണ്ട് കറക്റ്റ് അളവാണ്. ഇനി ഉപ്പ് ഇളക്കി നല്ലതായിട്ട് ചേർക്കുക. ഏകദേശം ഒരു 8 വിസിലടിക്കുമ്പോൾ നമ്മുടെ ബീഫ് സെറ്റായിരിക്കും. വിസിലൊക്കെ പോയി. ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി എണ്ണ ഒഴിച്ച് വരട്ടി ചേർക്കുക. ഇതിലേക്കാണ് നമ്മളെ ബീഫ് തട്ടാനുള്ളത്. ശരി, വേണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരിച്ചു കുക്കറിലോട്ട് തന്നെ മാറ്റി. ഇത് കറക്റ്റാണ്. കുറച്ച് മുറുകിനെ ഇട്ടാൽ മതി മസാല. ഒരു തവി കൂടെ ഉണ്ടാകുന്നല്ല. മുളക് പൊടി, കാശ്മീരി ചില്ലി 2, 3, 4 ഒരു ശകലവും, കുറച്ച് മല്ലിപ്പൊടി മതി. ഗരം മസാല, കരിയാതെ പൊടി വറുക്കുക. ആദ്യമൊക്കെ കരിയായിരുന്നു, ഇപ്പൊ നമ്മൾ എക്സ്പേർട്ട്.
മസാല ബീഫിലേക്ക് തട്ടുന്നു. വേണം കളർ വരണത്. വരണ്ടുകൊണ്ടിരിക്കുകയാണ്, കുറുകി വരികയാണ്. കറുത്ത കളറാണ്. ഓ, കറിവേപ്പില ഇടണം, അടച്ചു വയ്ക്കണം കുറച്ചുകൂടെ കുറുകുന്ന വരെ. ഇത് ഇപ്പൊ കുറുവി. ഇനി കുറുവിയതിന് ശേഷമാണ് ഈ ഡാർക്ക് കളറിലോട്ട് ഇത് മാറുന്നത്. അപ്പൊ നമ്മൾ ഇനി അടച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളകി ഇരിക്കണം. നടക്ക് കരിഞ്ഞങ്ങ് പോകും, അടി പിടിച്ചോളെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതിന്റെ ഫ്ലേവർ കിട്ടുമ്പോൾ സൂപ്പറായിരിക്കും. മാറിയല്ലേ? ഏതാണ്ട് ഡാർക്ക് കളറിൽ എത്തിയിട്ടുണ്ട്. കളറിൽ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാതെ ഒരു സമാധാനം ഇല്ല. കുറച്ച് ഇതാണ് ഇത്ര ടേസ്റ്റ് നോക്കാൻ. ബാക്കി നമുക്ക് പറഞ്ഞോളെ. ടേസ്റ്റ് നോക്കാൻ സ്ഥിതിക്ക് ടേസ്റ്റ് നോക്കുമ്പോഴത്തേക്കും സൂപ്പർ ആണെങ്കിൽ പിന്നെ കുറെ പാടായിരിക്കും. നല്ല മണം അടിക്കും. ഫൈനൽ സ്റ്റേജിലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റ് സംഭവം സെറ്റ്. കറി റെഡി. ചിക്ക് ഗ്രേവി ആയിട്ട് ഡാർക്ക് കളറിൽ കാണുന്നുണ്ട്. ഇത് ഇച്ചിരി തണുക്കാൻ വെച്ചിട്ട് കൈ കഴുകി ചോറ് വിളമ്പുമ്പോൾ സാധനം റെഡി. റെസ്റ്റിന് വെച്ചതിന് ശേഷം ബീഫ് ഓപ്പൺ ചെയ്യുക. ഒന്ന് ഇളക്കം വേണം. പൊളിക്ക് എല്ലാം സെറ്റ്. ഇരുന്ന് കൂടെ സെറ്റാണ്. ചോറും കൂട്ടി ഒരു പിടി. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളത് ചോറും രസവും നമ്മുടെ സ്പെഷ്യൽ ബീഫും. കുറച്ച് കറി എടുത്ത് ചോറിൽ മിക്സ് ആക്കി ഊരിട്ട് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആകട്ടെ. നല്ല ബിഗ് പീസ് എടു. അപ്പം നേരം അങ്ങനെ സന്ധ്യയായി. അപ്പം ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ അങ്ങനെ അവസാനിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക്. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി ഇനി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ഓക്കെ ബൈ.